ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ കോഴിയും കുമ്പളങ്ങി. ഇത് വേവിക്കണം, തനിയെ സെപ്പറേറ്റ് വേവിക്കണം കേട്ടോ. ഓരോന്നോരോന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കോഴി ഇങ്ങനെ തോല് പൊളിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കോഴീനെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മളാണ് ക്ലീൻ ചെയ്തത്. ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്നു. കുറേയൊക്കെ തോല് പോയി, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോഴിയും കുമ്പളങ്ങി വയ്ക്കുമ്പോൾ ഇത് കുറച്ച് 65 മാതിരി വറുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതാണ് കേട്ടോ, കോഴിയും കുമ്പളങ്ങി. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ഈ കുമ്പളങ്ങ തനിയെ കുക്കറിൽ വേവിച്ച് വയ്ക്കണം. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെക്കണം. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത്തിരി ഉപ്പിടാം. ഈ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പിടാം. അങ്ങനെ കുമ്പളങ്ങ അങ്ങോട്ട് വാരിയിട്ടല്ല, അങ്ങോട്ട് ചേരില്ല. അതിൽ കോഴിയും കുമ്പളങ്ങ വയ്ക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടു. പിന്നെ കുമ്പളങ്ങയിൽ വെള്ളമുള്ളതല്ല, അപ്പം എന്നാലും ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരടി അടിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായി. പിന്നെ നമ്മൾ കോഴി ഉരുളിയിൽ വേവിച്ചിട്ട് ഇതാവുമ്പോൾ ഇങ്ങോട്ട് തട്ടിയിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ നമ്മൾ കോഴി വേവിക്കും. അതിനാ തേങ്ങയൊക്കെ നിറഞ്ഞ് പാലൊക്കെ പിഴിയണം. അപ്പോൾ ഇത് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ അവിടെ കുക്കറിൽ അടിച്ച് വെന്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചിക്കൻ വേവിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ അടുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം സബോള ഇടാം കേട്ടോ, അല്ലെങ്കിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കാണ്ടേക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഫസ്റ്റ് സബോള, അതിന് കൂടെ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ് കിട്ടിയാൽ മതി. കാരണം ഇത് പച്ച അരച്ച് വയ്ക്കുന്ന വെപ്പാണ് കേട്ടോ, മൊരിയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അവസാനം ഉള്ളി താളിക്കും. ഈ കറിയിൽ ഈ കോഴിയും കുമ്പളങ്ങ തേങ്ങാപ്പാൽ അരച്ച് വയ്ക്കുന്ന കറിയാണത്. ഇതിൽ അവസാനം നമ്മൾ മണത്തിനും ടേസ്റ്റിനും അവസാനം ഒരു ഉള്ളി താളിച്ച് ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് കണ്ടിട്ടിരിക്കും. ഇപ്പോൾ ഇത് കുറച്ച് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം, ചതച്ചത് കേട്ടോ. പേസ്റ്റല്ല കേട്ടോ, ചതച്ചതിടാം. പണ്ട് കാലത്ത് ചെയ്യണം അതേ സ്റ്റൈലിൽ എൻ്റെ അമ്മ ചെയ്തു തരുന്ന കോഴിയും കുമ്പളങ്ങയും തേങ്ങാപ്പാൽ അരച്ച് വെച്ച കറിയുടെ ടേസ്റ്റ് മനസ്സിൽ വിചാരിച്ചാലേ നമുക്ക് ഒരു പറ ചോറുണ്ട്. അത്രയ്ക്കും ഇത് ചോറിന് മാത്രമല്ല എല്ലാത്തിനും ഉപയോഗിക്കും. വെറുതെ കഴിക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് കുമ്പളങ്ങയല്ല, തേങ്ങാപ്പാലല്ല, വറുത്തരച്ചതൊന്നുമല്ല കേട്ടോ. ചിക്കൻ ഇതിലൊന്നും കാർബോഹൈഡ്രേറ്റിൻ്റെ അംശമില്ല. അപ്പോൾ ചോറ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കുറച്ച് ഒരു ബൗളിൽ സൂപ്പുമാരി ഇട്ട് കഴിച്ചാൽ സൂപ്പറുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ. നമുക്ക് ആദ്യം പച്ചമുളക് സബോളയും വഴറ്റി ഇപ്പോൾ കറിവേപ്പില ഇടാം. നല്ല മണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നധികം വഴറ്റണ്ട, ഫ്രൈ ആവണ്ട കേട്ടോ. കാരണം അത് വറുത്തരച്ച കറിയില്ല, അത് പച്ച അരയ്ക്കണം. ഞാനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊന്ന് വെറുതെ വഴറ്റുള്ളൂ മാത്രം. ഇപ്പം നമുക്കിതിൽ ഇതിടാം. അരയ്ക്കാനായിട്ട് ഞാനിവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കുരുമുളക്, പെരിഞ്ചീരകം, 2 പട്ട, 4-5 ഏലക്ക, കുറച്ച് തേങ്ങ കൂടി അരയ്ക്കണം കേട്ടോ. തേങ്ങാപ്പാലിൽ വെച്ചാലും ഒരു മയത്തിന് നമ്മൾ 2ാം പാലിലാണ് ഇതുണ്ടാക്കുക. അവസാനമാണ് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിക്കുക. മനസ്സിലായ? ഫസ്റ്റ് പാലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് മുളക് പൊടി, ഇത് കരിയാണ്ട് മുളക് പൊടി ഇതൊക്കെ ഇടാം. അടുപ്പ് സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് ചെയ്യലാണ് കേട്ടോ. അത്രയ്ക്ക് അധികം പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്.
എന്നാലും കാണേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു കോഴിയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു കോഴിയിൽ കുറച്ച് ബോൺലെസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചിക്കൻ 65 മാതിരി ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്കുണ്ട് 1 കിലോയിലധികം ഉണ്ട് ഇറച്ചിയുണ്ട്. കുമ്പളങ്ങ നല്ലൊരു കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ, 1 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അത് സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോ ഒക്കെ എടുത്തതാണ്, ആ വീഡിയോ കിട്ടിയില്ല, എന്താ കാര്യമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പൊടികളിടാം കേട്ടോ. ആദ്യം ഇതിന് വേണ്ട മല്ലിപ്പൊടി ഇടാം. കോഴിക്കും കുമ്പളങ്ങയ്ക്കും വേണ്ട മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ ഇടാം. വേണ്ട 3 സ്പൂൺ മതി. ഒരു 2 സ്പൂണ് മുളക് പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇതിലിട്ടുണ്ട്. നല്ലൊരു നുള്ളിടാം ഇതിലേക്ക് വേണ്ടിയിട്ട്, തിരി ഇടാം കേട്ടോ ഒരു പേരിന്. ഇപ്പം ഇതിൽ മഞ്ഞൾപ്പൊടി ഇല്ലാന്ന് വേണ്ട, അതിൽ ധാരാളം മഞ്ഞൾ അതിങ്ങനെ ഒഴിക്കുക ചെയ്യുക. അതിൻ്റെ വെള്ളമൊന്നും കളയില്ലേ, വെള്ളമൊന്നും കളയില്ല. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി ഇടുള്ളൂ കേട്ടോ. പഴയ കാലത്തെ ആൾക്കാർ തക്കാളി ഇടില്ല, പക്ഷെ നമുക്കൊരു പുളിപ്പ് രസത്തിന് തക്കാളി ലെമണൊക്കെ പിഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്തതാണ്, നല്ല വൃത്തിയുണ്ട്. ചേട്ടൻ ക്ലീൻ ചെയ്തപ്പോൾ പിന്നെ ഞാനൊരു 4-5 വട്ടം കഴുകിയിട്ട്. ഇത്തിരി വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്തിരി കൂടുതലുണ്ടാവും കേട്ടോ. കാരണം ഇത് കൂടുതൽ പണിയത്, ഈ പണികളൊക്കെ കാണിക്കണമെങ്കിൽ ഇതാണ്ട്. അപ്പോൾ ഇതൊന്ന് ലൈറ്റാന്ന് വേവട്ടെ. നമുക്ക് വേവല്ല, അത് ഒന്ന് ഇതാവട്ടെ, തളവട്ടെ. അപ്പം നമുക്ക് പാലൊഴിച്ച് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഇതിൽ ആ 2ാം പാലൊഴിക്കാം. 2ാം പാലൊഴിക്കാം. 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യം വരില്ല തോന്നുന്നുണ്ട്. നമുക്ക് ഇത്ര മതിയില്ല. ഇതിൽ കിടന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ 2ാം പാലിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായി വേവട്ടെ. കുറുകി വരുമ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇടാം. അപ്പോൾ നമുക്കിത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ അതിലിടാം. അപ്പോൾ അതിൽ കിടന്നിട്ട് അത് സെറ്റാവും. നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ച കുമ്പളങ്ങയില്ലേ, അതതിലിട്ട്. വർക്ക് ഏരിയയിൽ അടുപ്പുമല്ല വയ്ക്കാൻ പറ്റിയ ഈ ഉരുളി, അതിന് അവിടെ ഗ്യാസ് കഴിഞ്ഞു. പുതിയ സിലിണ്ടർ വാങ്ങിയിട്ടാണ് ഇവിടെ കഴിഞ്ഞു, അവിടുത്തെ എടുത്ത് ഇവിടെ വെച്ചു. എന്തായത് ഇപ്പം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, കുറച്ച് തേങ്ങയും കൂട്ടിയിട്ട് ഈ കറി മസാലയും സാധനങ്ങളെ കൂട്ടി അരച്ച് അതും അതിലേക്കിടണം. ഇനി പണി അവസാനം തേങ്ങാപ്പാൽ, ഫസ്റ്റ് പാലുണ്ടല്ലോ, അത് ഒഴിക്കണ പണി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി കാച്ചി കറിവേപ്പില ഉള്ളിയും കൂടി അതിൻ്റെ മേലെ ഒഴിക്കും. വേറൊരു പണിയില്ല. ചട്ടി ഒന്ന് ശരിക്കും വയ്ക്കണം. ഇപ്പം നമ്മുടെ കറി ഇവിടെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അതിലൂടെ യോജിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി നേരം കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത് സൂപ്പറായിട്ട് വേവും കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തിളയ്ക്കണം നേരത്തെ, അധികം വാവണ്ട. നമുക്ക് ഈ ഉള്ളി ഒന്ന് മൊരിച്ചിടാം, ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട്. അതവിടെ ഇരുന്ന് മൊരിയിട്ട് അപ്പോഴേക്ക് അത്ര നേരം അത് മൊരിയുടെ നേരം ഇത് ചൂടാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. കളർ കാണുമ്പോൾ എരിവില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. കറക്റ്റ് എരിവുണ്ട് എല്ലാതും. കുരുമുളകും പച്ചമുളകും മുളക് പൊടിയും ഒക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. നല്ല ഒരു കുരുമുളക് മസാലയുടെ അരച്ച് ചേർത്തോണ്ടേ
നല്ലൊരു കറക്റ്റ് എരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാലം അവിടെ അപ്പോൾ അത് ഇതാവട്ടെ, നമുക്കത് കാച്ചി ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല മുരിഞ്ഞിട്ടുണ്ട്. കുട്ടാൻ ഇവിടെ ശരിയായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളി താളിക്കാൻ പോകും. ഇതിൻ്റെ ഹൈലൈറ്റ് ഉള്ളി താളിക്കലാട്ടാ. പണ്ടത്തെ എൻ്റെ അമ്മയുടെ കോഴിയും കുമ്പളങ്ങയും തേങ്ങാപ്പാൽ അരച്ച് വയ്ക്കണം കറിയാണ്. ഇതുമാതിരി നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. കോഴിയും കുമ്പളങ്ങയും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ടേസ്റ്റ് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ടേസ്റ്റ് ഇത്തിരി നേരം മൂടി വയ്ക്കണം. എൻ്റെ അമ്മയുടെ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം എൻ്റെ അമ്മ തക്കാളി ലെമണും ഒന്നും ചേർക്കില്ല. ഞാനിന്നൊന്നും അതേമാതിരി മറന്നതാണ് സംഭവം. പക്ഷെ ഇന്ന് ചേർക്കാത്തതുകൊണ്ട് എനിക്ക് അതേ ടേസ്റ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. പക്ഷേ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കളർ ഇട്ടാ, അല്ലെങ്കിൽ നല്ല സൂപ്പർ കളറായിരിക്കും ഇത്. നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും അടിപൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ഇത് മരുന്ന്. കുറച്ച് പണിയുണ്ട്, വീട്ടിലാരെങ്കിലും ഹെൽപ്പിനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും ഉപ്പുമാവിനും കൂടെ ഇത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കധികം ടേസ്റ്റുള്ളൊരു കറിയാണ്. അത്രയ്ക്കധികം ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഇതുമാതിരി ഉണ്ടാക്കി കഴിക്കുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നല്ല വളരെ ടേസ്റ്റിയാണ് ചിക്കൻ കുമ്പളങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച കറി. ഇത്രയും നല്ല കറി നിങ്ങൾ ഇതുവരെ തൃശ്ശൂർക്കാർക്ക് കഴിച്ചിട്ടുണ്ടാവും. ഇത് തൃശ്ശൂർക്കാരുടെ സ്വന്തം കറിയാണ്. വേറെ വല്ല നാട്ടുകാരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ ഇവിടുന്ന് കണ്ട് അറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇത് തൃശ്ശൂർക്കാർക്ക് മാത്രമേ കോഴിയും കുമ്പളങ്ങ എന്താണെന്ന് പറയാൻ അറിയുള്ളൂ. അപ്പോൾ ഇതാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്, വലിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ചെയ്തിട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുമാതിരി ചെയ്യും വേണം. എന്നെ എല്ലാവരും കൂട്ടാക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.